ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ ഒന്ന് ജസ്റ്റ് ഡീകോഡ് ചെയ്ത് എൻ്റെ കുറച്ച് പ്രഡിക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ പോസ്റ്ററിനകത്ത് നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമാണ് പിന്നിലുള്ളൊരു ചക്രം. അതുപോലെ തന്നെ കങ്കുവയുടെ ആ ഒരു ഏരിയ ആണ് ട്രെയിലറിൽ ആദ്യമായിട്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലനായിട്ടുള്ള ബോബി ഡിയോളിൻ്റെ ക്യാരക്ടർ എത്തുന്ന ഒരു ഏരിയ. ഈ രണ്ട് സ്ഥലങ്ങളും കാണിക്കുമ്പോഴത്തേക്ക് രണ്ട് കളർ ടോണാണ് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും ആണ്. അപ്പോൾ സൂര്യയുടെ ഈ രണ്ട് പോർഷൻസിലും വരുന്നതിനകത്ത് പിന്നെ കാണിക്കുന്നത് സേട്ട മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നിയൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസാസിൻസ് ക്രീഡ് ഗെയിമൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതിനകത്ത് ക്യാരക്ടേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ടൈം ട്രാവൽ മെഷീൻ പോലത്തുള്ളൊരു സംഭവത്തിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് അവർ ആ കാലഘട്ടത്തിൽ ഇതേ ക്യാരക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുകയാണ്. സോ ആ ഒരു സംഭവമാണ് ഇതിലും വരുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കുട്ടിയെ കാണാതാവുന്നു എന്ന് പറയുന്നു. സോ അവനെ കാണാതാവുന്നതിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഹീ സംതിങ് സ്പെഷ്യൽ. അതുപോലെ തന്നെ ഫസ്റ്റിലെ ഓടുന്നതായിട്ടും കാണിക്കുന്നത് ആ കുട്ടിയെ തന്നെയാണ്. ഗ്രീക്ക്, റോം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഹാറ്റൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് അവരുടെ കപ്പലുകളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പുറത്ത് കുറേ പേര് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നേരെ പീരിയോഡിക് പോർഷൻസിലേക്കാണ് പോകുന്നത്. കങ്കുവാട ട്രൈബിനകത്ത് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിരിക്കുന്ന ഈ ഒരു മാസ്ക് ആണ്. ഈ ഒരു മാച്ച് കട്ട് പോർഷനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു പുനർജന്മം, എൻ്റെ കയ്യിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സംഭവവും അതുപോലെ തന്നെ പഴയ ലൈഫിലേക്കുള്ള ഒരു കണക്ഷനുമാണ് കാണിക്കുന്നത്. സോ ഈ കുട്ടിക്ക് കങ്കുവയുടെ ട്രൈബിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കാര്യവും ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രാൻസിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളൊരു ബൗണ്ടി ഹണ്ടർ ആണെന്ന് ഓൾറെഡി നമുക്ക് പോസ്റ്റേഴ്സിനകത്ത് കാണിക്കുന്നുണ്ട്. യോഗി ബാബു കൂടെയുണ്ട്. പുള്ളി ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. ഈ കുട്ടിയെ ബൗണ്ടി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അവനെ കണക്ട് ചെയ്യുന്നതിനകത്തൂടെ സൂര്യക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുകയും അവിടുന്ന് ഈ പീരിയോഡിക് പോർഷനിലേക്ക് പോകാനുള്ള ചാൻസ്. ആ കുട്ടി ഒരു പടം വരയ്ക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സൂര്യ അവിടെ നിന്നിട്ട് ആ പഴയതുപോലെ തന്നെ ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. സോ ട്രെയിലറിലും നമുക്കിത് കാണിക്കുന്നുണ്ട്. ഒരു പ്രോമിസസിന്റെ പ്രോഫസി അൺഫോൾഡ് ചെയ്യുകയാണെന്ന്. ഒരു പൂർവ്വജന്മം അല്ലെങ്കിൽ പുനർജന്മം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസും കൂടുതലാണെന്ന് തെളിയിക്കുന്നു. ബോബി ഡിയോളിന്റെ ഈ ഒരു ട്രൈബ് വന്നിട്ട് മേ ബി കങ്കുവ ടീമുമായിട്ട് കൊരുത്താനായിരിക്കും ചാൻസ്. അതിന് കാരണക്കാരാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറനാട്ടിൽ നിന്ന് വരുന്ന സായിപ്പന്മാരാവാനാണ്. കങ്കുവയുടെ ക്യാരക്ടർ ഈ കുട്ടീനെ അവിടുന്ന് സംരക്ഷിക്കുന്നത് പോലെയും കാണിച്ചു തരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ആ കാലഘട്ടത്തിൽ എവിടെയോ അയാൾക്ക് പ്രോമിസ് തീർക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ഈ ഒരു കാലഘട്ടത്തിലൂടെ നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ കുട്ടിയായിട്ട് നടന്നു വരുമ്പോൾ ആൾക്കാർ കല്ലെറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടിയെ ആ കാലഘട്ടത്തിൽ സംരക്ഷിച്ചപ്പോൾ കങ്കുവയുടെ ട്രൈബിലുള്ള ആൾക്കാർ ഇവരെ എഗെയിൻസ്റ്റ് ചെയ്ത് സൂര്യയെ അവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചതോ മറ്റോ ആയിരിക്കണം സംഭവം. ഇവിടെ ബിട്രയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മേ ബി ഈ ട്രൈബ്സിനിടയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പുറനാട്ടുകാരായിട്ട് വരുന്ന സായിപ്പന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ കോയിൻസ് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. പോരാത്തതിന് നമുക്ക് വേറൊരു സീനിൽ കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ കൈകൾ വെട്ടിയിട്ട് കപ്പലിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇടുന്നത്. അവിടുത്തെ എന്തോ ഒരു റിസോഴ്സസ് അല്ലെങ്കിൽ ആ ലാൻഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അവരവിടെ എത്തുന്നത്. അത് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈബിനെ കൊണ്ട് മറ്റേ ട്രൈബിനെ തമ്മിലടിപ്പിച്ച് ഭരിക്കുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും എനിക്ക് ഫീൽ ചെയ്തത്. ആദ്യത്തെ ട്രെയിലറിലും കുതിരയുടെ തലയിലായിട്ട് ഒരു പാമ്പിൻ്റെ അടയാളം വെച്ചിട്ട് അല്ലെങ്കിൽ പാമ്പിൻ്റെ ഒരു കുത്തുപടി പോലത്തെ ഒരു സംഭവം കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് തലയോട്ടകൾ ഇങ്ങനെ വീശിക്കൊണ്ട് വരുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അന്ന് അതിൻ്റെ ഫേസ് ഒട്ടും നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രധാന കാര്യം. ഇപ്പോൾ ഏറ്റവും അവസാനം കാണിക്കുന്ന ഒരു ഫേസ് ഉണ്ട്. ആ ഫേസ് ആണ് ആക്ച്വലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഒരു കാര്യം. സ്വർണ്ണ പല്ല് പോലെയൊക്കെയുള്ള പല്ലൊക്കെ വെച്ചിട്ട് ഒരാൾ ചിരിക്കുന്നു. അത് കാർത്തി ആവാനുള്ള ചാൻസ് ആണെന്നാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു സംഭവം. എനിവേ കങ്കുവയുടെ കുറച്ച് പ്രഡിക്ഷൻസും തോട്ട്സും ആണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ശരിയാവാം, ശരിയാവാതിരിക്കാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ. എന്നിരുന്നാൽ പോലും ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.